അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ടതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാനിതൊക്കെ തന്നെ വളരെ മുമ്പേ പ്രവചിച്ചിരുന്നതാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ CPM-നെ വളരെ കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിലും CPM-നുള്ളിൽ നിൽക്കുന്ന വിവരങ്ങൾ അറിയുന്ന ആളെന്ന നിലയിലുമാണ് എനിക്കിത് പ്രവചനാത്മകമായി തന്നെ പറയാൻ കഴിയുമായിരുന്നത്. ഇത് ഇനിയും മറ്റു ചിലർ കൂടി പാർട്ടി വിട്ട് പുറത്തു വരാൻ പോകുന്നത്. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന സെക്രട്ടേറിയറ്റ് മെമ്പർ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ടി.കെ. ഗോവിന്ദൻ പുറത്തു വരുമ്പോൾ ടി.കെ. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മണ്ഡലത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമില്ല. കണ്ണൂരിലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ മൂന്നാമനാണ് അദ്ദേഹം. അദ്ദേഹം പുറത്തു വരികയും അദ്ദേഹത്തിന്റെ മയ്യിൽ എന്ന് പറയുന്ന ഡിവിഷനിൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത് കണ്ണൂരിലെ CPM-നെ വല്ലാതെ ഉലയ്ക്കുന്ന സാഹചര്യം കൂടിയാണ്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ടത് എന്ന പുസ്തകത്തിലൂടെ മാത്രമല്ല, അതൊരു വലിയ മെസ്സേജാണ്. ഒരുപക്ഷെ കണ്ണൂരിലെയും പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ഉത്തമരായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആകുലതകളായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ ഒരു ചെറിയ മീനാണെന്ന് കരുതി പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയതല്ല. അവിടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും 5 പേർ ഇറങ്ങിപ്പോവുക. പയ്യന്നൂർ പോലുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ 5 പേർ പാർട്ടി ഏരിയ കമ്മിറ്റി കൂടുന്ന ഘട്ടത്തിൽ ധനരാജ് ജഗ്സാഖി ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടും സംബന്ധിച്ച് ചോദ്യം ഉയർത്തിക്കൊണ്ട് 5 പേർ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അത് നേരത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന മുൻ MLA കൂടി ആയിട്ടുള്ള കൃഷ്ണൻ അടക്കമുള്ള ആളുകളാണ് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 2800 പാർട്ടി അംഗങ്ങൾ ആണ് ഇന്ന് പയ്യന്നൂരിൽ പാർട്ടിക്കുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം മധുസൂദനന്റെ പ്രകടനത്തിൽ റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള കണക്ക് പരിശോധിച്ചാൽ ഉദ്ദേശം 800ഓളം പാർട്ടി അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തതെന്ന് CPM തന്നെ വിലയിരുത്തുന്നു. അതിന്റെ സാഹചര്യം അതിന് സി കൃഷ്ണൻ അടക്കമുള്ള പലരും ആ പാർട്ടി റോഡ് ഷോയിൽ പങ്കെടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ അതൊരു ചെറിയ പ്രശ്നമല്ല CPM-നെ സംബന്ധിച്ച്. ഇപ്പോ അടുത്ത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് പാർട്ടിയുമായിട്ടുള്ള സർവ്വ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം പുറത്തു വരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആന്തൂരിലെ ഇപ്പോ ആന്തൂരിലെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന P.K. ശ്യാമള ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ കൂടിയാണ്. അത് ആ ഒരു സീറ്റ് നൽകിയതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമാണോ എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വരുന്ന പുതിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് വരികയാണ്. പാർട്ടിക്കുള്ളിൽ കേരളത്തിലാകമാനം പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്നും ഈ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടി ഒരു വലിയ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇത് നോർത്ത് കൊറിയയിലെ കിം ചെയ്തതുപോലെ തന്റെ 13 വയസ്സുള്ള മകളെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പാർട്ടിയുടെ സെക്രട്ടറി തന്റെ ഭാര്യയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും പറയുന്നു. പയ്യന്നൂരിൽ 59 അംഗ മണ്ഡലം കമ്മിറ്റിയിൽ 27 പേർ ഈ സ്ഥാനാർത്ഥിയെ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് മധുസൂദനെതിരെ പറയുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമല്ല. CPM-നെ സംബന്ധിച്ച് ചെറിയല്ല. പലപ്പോഴും CPM-ന്റെ മണ്ഡലം കമ്മിറ്റികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കൂടുമ്പോൾ ചില സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാം. അത് 1, 2, 3 പേരിൽ ഒതുങ്ങുന്ന അഭിപ്രായ വ്യത്യാസം. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 1, 2, 3 പേരിൽ ഒതുങ്ങുന്ന അഭിപ്രായ വ്യത്യാസം അല്ല എന്നുള്ളതാണ് നാം ഇപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ അസ്വാരസ്യം അത് UDF മുതലാക്കാൻ ശ്രമിക്കില്ലേ? UDF സ്വന്തം സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് വെക്കുമോ? ഈ 2 മണ്ഡലങ്ങളും ഏതായിരിക്കും അഭികാമ്യം UDF-ന്? അതുപോലെ തന്നെ മട്ടന്നൂരിലും അങ്ങനെയുണ്ട്. അല്ല, മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി LDF-നെ സംബന്ധിച്ച് കുറെ കൂടെ സേഫ് സീറ്റാണ് നിലവിൽ. കാരണം മട്ടന്നൂരിൽ നേരത്തെ UDF-ന്റെ ഘടകകക്ഷി കൂടിയായിട്ടുള്ള എന്റെ പാർട്ടിയായിട്ടുള്ള RSP ആണ് അവിടെ മത്സരിച്ചിരുന്നത്. ഇപ്പോ ചില നീക്കുപോക്കുകൾക്ക് ധാരണ ആവുന്നു എന്നാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ നാളെ കൊണ്ടത്
ധാരണയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മട്ടന്നൂരിന് പകരം പയ്യന്നൂർ സീറ്റിൽ RSP മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് മറ്റൊരു സാഹചര്യം ഉണ്ടാവുക. അല്ല, അങ്ങനെയാണെങ്കിൽ പയ്യന്നൂരിൽ RSP സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതായിരിക്കുമോ അഭികാമ്യം, അതോ കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകുന്നതായിരിക്കുമോ? അല്ല, നിലവിലൊരു സന്ദേശമായിരിക്കും നൽകേണ്ടത്. അത് പാർട്ടി RSP തീരുമാനിക്കേണ്ട, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. RSP അത് തീരുമാനം എടുത്തതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കും. അടിയന്തര സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ തീരുമാനം പ്രഖ്യാപിക്കും. അപ്പോ അവിടെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി, RSPയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ഈ രണ്ട് സാഹചര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ തളിപ്പറമ്പിൽ TK ഗോവിന്ദന് UDF പിന്തുണ കൊടുക്കും, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുകയില്ല. അല്ല, ഇപ്പൊ അമ്പലപ്പുഴയിൽ അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴയിൽ സംഭവിച്ചതുപോലെ തന്നെ CPM വിമതരെ മുഴുവൻ ചേർത്തു പിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം അത് അനിതര സാധാരണമായ ഒരു സംഭവമായി UDF വിലയിരുത്തുന്നത് കൊണ്ടാണ്. CPM നിന്ന് നടാടെ ആണ് ഇത്തരത്തിൽ ഒരു സംഭവം. 1967 സമാനമായ ഒരു പ്രതിസന്ധി CPM ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നക്സൽബാരി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ CPM കണ്ണൂരിൽ തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളിലും പാർട്ടിക്കുള്ളിലും വളരെ കൃത്യമായ വലിയ വിപ്ലവ നീക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമഫലം ഉണ്ടായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. അന്ന് കണ്ണൂരിൽ തുടങ്ങിയ മൂവ്മെന്റ് പാർട്ടിയുടെ പ്ലീനം നടക്കുന്നിടത്ത് പോലും ഭൂരിപക്ഷം ഉണ്ടാകുന്ന തരത്തിലേക്ക്, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ പ്ലീനത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് വിപ്ലവകാരികൾക്ക് സ്വീകാര്യം, നക്സൽബാരി മൂവ്മെന്റിനോട് സ്വീകാര്യതയോടുകൂടി അങ്ങനെ ഉണ്ടായി. മാത്രമല്ല, സഖാവ് ആര്യന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് വയനാടിൽ ഒരു വാഹന ജാഥ എത്തുകയും ആ ജാഥ വയനാട്ടിൽ എത്തുമ്പോൾ ആ ജാഥയിൽ സഖാവ് ആര്യൻ അടക്കമുള്ള ആളുകൾ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. KSFന്റെ പാലക്കാട് സമ്മേളനത്തിൽ ഫിലിപ്പ് പ്രസാദിന്റെ നേതൃത്വത്തിൽ ആ സമ്മേളനം വിപ്ലവകാരികൾ പിടിച്ചെടുക്കുകയും പിന്നീട് കൊല്ലത്ത് നടത്തിയ സമ്മേളനത്തിൽ സഖാവ് പിണറായി വിജയൻ സെക്രട്ടറി ആയിക്കൊണ്ടും സഖാവ് വൈക്കം വിശ്വൻ പ്രസിഡന്റ് ആയിക്കൊണ്ടും വീണ്ടും പാർട്ടി തിരിച്ചു പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതൊരു സമാനതകളില്ലാത്ത പ്രതിസന്ധിയായിരുന്നു. നക്സൽബാരി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവമാണോ അതോ വളരെ കൃത്യമായി സോവിയറ്റ് യൂണിയനോടൊപ്പം നിൽക്കണോ എന്നൊരു വലിയ ചോദ്യത്തിന്റെ ഭാഗമായി നിന്ന വലിയ തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തിട്ടുണ്ട്. അതിനുശേഷം MVRന്റെ കാലഘട്ടത്തിൽ ബദൽ രേഖയ്ക്ക് പുറമെ അതിനുശേഷം MVRനെ പുറത്താക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ പ്രതിസന്ധി അത് ഒരൊറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രതിസന്ധിയാണ്. MVRന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സഖാവ് KR ഗൗരിയുടെ കാര്യത്തിലാണ്. പക്ഷെ ഇപ്പോ ഉയരുന്ന വെല്ലുവിളികൾ, ഇപ്പോ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടും സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഇടതുപക്ഷ അനുഭാവിക്കോ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നത്. ശരി, ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഇതാണ് ഇവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.